ഇത് ഷൊർണൂർ പാലാണ് കേട്ടോ, ഭാരതപ്പുഴയാണ്. അപ്പം പുഴയുടെ മറ്റേ പാലത്തിൻ്റെ മേളിലാട്ടോ ഞങ്ങൾ. അപ്പോൾ ഷൊർണൂർക്ക് ഒരു ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞാണ് പുഴ കാണാൻ വേണ്ടി പോവാന്ന് പറഞ്ഞാണ്. അപ്പോൾ മഴ പെയ്തിട്ട് എന്തായിന്ന് അറിയണ്ടേ. അപ്പോൾ പുഴയുടെ പാലത്തിൻ്റെ മേലെ നിന്ന് നോക്കിയപ്പോൾ വെള്ളം കുറേ കുറഞ്ഞിറക്കണം. 3-4 ദിവസത്തെ മഴയുടെ കുറവ് കാരണം വെള്ളത്തിൻ്റെ അളവ് കമ്മിയായിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പാലത്തിൻ്റെ അടിയിൽ കൂടെ പുഴയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് നടക്കുകയാണ്. അപ്പോൾ അവിടെയും ഇവിടെയും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ഓരോ ഭാഗത്ത്. പിന്നെ മഴ പെയ്ത് കാരണം ആകെ കല്ലുകളും പിന്നെ മരങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഒരു ഷേപ്പല്ലാത്ത രീതിയിൽ കിടക്കുകയാണ് അവിടെ മൊത്തം. കുറേ മണ്ണ് അവിടെ കൂടി കിടക്കുന്നുണ്ട്. കുറേ മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട്, വേലി താഴ്ന്ന് വീണ് കിടക്കുന്നുണ്ട്, കല്ലുകളുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പാർക്ക് ഉണ്ട് കേട്ടോ, പിന്നെ ജിമ്മുണ്ട്. അപ്പോൾ ആൾക്കാർ നല്ല കാലാവസ്ഥയുള്ള സമയത്തൊക്കെ വേനൽക്കാലത്തൊക്കെ വന്ന് കുട്ടികൾ കളിക്കും. പിന്നെ അവിടെ ജിമ്മിൽ പോവും. ഞങ്ങൾ പോയപ്പോൾ അവിടെ ജിമ്മിൽ ഒരാളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൾക്കാരവിടെ കുറവാണ്. ഈ മഴക്കാലമല്ലേ, മഴ പെയ്യില്ല, കാരണം ആൾക്കാർ കുറവാണ്. പിന്നെ വെള്ളമൊക്കെ കമ്മി ആയിരിക്കുകയാണ് കേട്ടോ. നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസത്തെ മഴ കുറവ് കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരുന്നത്. പിന്നെ ശാന്തി തീരത്തെ ആൾക്കാർ വന്നിരുന്നു. അവിടെ ദഹിപ്പിക്കുന്ന സ്ഥലമില്ലേ, അപ്പോൾ അവരുടെ വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കണ്ടപ്പോൾ ഏട്ടനിക്ക് ഐസ്ക്രീം മേടിച്ച് തന്നു കേട്ടോ. എനിക്ക് ഐസ്ക്രീം അങ്ങനെ ഇഷ്ടമല്ല, പക്ഷെ ഇന്ന് ഞാനൊരു ഐസ്ക്രീം കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി നടന്നു. അപ്പം അവിടെയും ഇവിടെയും വെള്ളം കെട്ടിക്കിടക്കണ കാണുന്നുണ്ട്. ആകെപ്പാട് അലങ്കോലമായിട്ടാണ് കിടക്കണത്. ഈ മഴ കാരണം മൊത്തം വെള്ളം കയറിയവർക്ക് അറിഞ്ഞില്ലേ. ഇപ്പോൾ വെള്ളം ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ആയതാണ്. മരങ്ങൾ വീണടക്കം ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത്. പിന്നെ അങ്ങനെ ഇറങ്ങിയിട്ട് ഇതാക്കാനൊന്നും പറ്റില്ല, ഒക്കെ ചളി പോലെ ഇടിഞ്ഞ് കിടക്കുകയാണ് അവിടെ. പിന്നെ ട്രെയിന് പോകുന്നുണ്ട്. 2ാമത്തെ ട്രാക്കിലാണ് ട്രെയിന് പോണത്, അതുകൊണ്ടാണ് അടുത്ത് കാണാൻ പറ്റാത്തത്. പിന്നെ ആ പാലത്തിൻ്റെ അടിയിൽ തന്നെ നിറയെ വേറൊരു പാലം അവിടെ വീണിരുന്നല്ലോ കുറേ കാലം മുന്നേ, തകർന്ന് വീണില്ല, അതിൻ്റെ അവശിഷ്ടങ്ങൾ വന്നിട്ട് കിടക്കണം അവിടെ. ഈ മഴയത്ത് ഒലിച്ച് വന്നതാണെന്ന് ആൾക്കാർ പറയുന്നത്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോയി. അപ്പോൾ ഏട്ടനിക്ക് ഒരു ലൈമ് മേടിച്ച് തന്നു കേട്ടോ. അത് കുടിച്ച്